ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു കല്ലുമ്മക്കായ് റെസിപ്പി ആയിട്ടാണ്. കല്ലുമ്മക്കായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കടുക്ക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ പച്ചക്കടക്ക കീറിയതാണ് കേട്ടോ, പുഴുങ്ങിയതല്ല. ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ എല്ലാവരും പുഴുങ്ങിയ കടക്ക വെച്ച് ചെയ്യുന്നതാണ് കണ്ടത്. കടുക്ക ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മസാലകളൊക്കെ ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കടുക്കൊക്കെ അനുസരിച്ച് മസാലകളൊക്കെ ചേർക്കുക. എരിവും ഇതൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, പിന്നെ വലിയ ജീരകം, ഇതൊക്കെ കൂടി ഞാൻ ഉരലിലിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കട്ടോ. എൻ്റെ കയ്യിൽ പൊടികളൊന്നും ഇല്ല. ജീരകത്തിൻ്റെ പൊടി അതുപോലെ ഗരം മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പൊടിച്ച് ചേർത്ത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് ചെയ്യുന്ന നോമ്പ് 9-നാണ് കേട്ടോ, രാത്രിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പും മുളകൊക്കെ കുറച്ച് കുറവാണ്. അപ്പം ഞാൻ ഉപ്പും മുളകൊക്കെ കുറച്ചും കൂടി ഇടണേ. പിന്നെ ഇത് നിങ്ങൾക്ക് കളറ് കൂട്ടണമെങ്കിൽ കുറച്ച് ഫുഡിൻ്റെ കളറില്ലേ, അത് ചേർക്കട്ടോ. അത് ആവശ്യമുള്ളവർക്ക്, ഞാനത് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ പച്ചക്കടുക്ക പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നതെന്ന് ഞാൻ കാണിക്കട്ടോ. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. പുഴുങ്ങിയ കടുക്ക വയ്ക്കുമ്പോഴാണ് എണ്ണ ഒഴിക്കൽ. ഇത് അടുപ്പിൽ കിടന്ന് ഇങ്ങനെ ചൂടാകും തോറും ഇതിൽ വെള്ളം ഇങ്ങനെ ഊറി വരും കേട്ടോ. പുഴുങ്ങിയ കടുക്കയിൽ അങ്ങനെയല്ല, നമ്മൾ ചൂടാക്കി എടുത്തതിൻ്റെ ശേഷം ആ കടുക്ക മാത്രമല്ല എടുക്കുന്നത്. ഇതങ്ങനെയല്ല, ഇത് വെള്ളവും ഉണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ അലൂമിനിയത്തിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഒന്നും ചെയ്യരുത്. ഇത് മൊരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യമേ എണ്ണ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ആ എണ്ണ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിലെ വെള്ളം വറ്റുന്നതിനനുസരിച്ച് ആ എണ്ണ അതിൽ കിടന്ന് വറ്റുക ചെയ്യൽ. കടുക്ക വേവിക്കാൻ വെക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പാത്രം മൂടി വെക്കരുത്. പാത്രം തുറന്ന് വെക്കട്ടെ. ഇതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്. പച്ച കടുക്കായതുകൊണ്ട് പുഴുങ്ങി കിടക്കാകുമ്പോൾ ആ സ്മെല്ല് ആ വെള്ളത്തിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിവാക്കുമ്പോൾ പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് വെള്ളം നമ്മൾ വീണ്ടും തെളിഞ്ഞ് വരില്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയാണ്. വെള്ളം വറ്റി കഴിഞ്ഞാൽ തന്നെ ഒരു 50% അതൊക്കെ ഇത് വെന്തിട്ടുണ്ടാവും. ഈ പച്ചയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കിത് ഫ്രൈ മോഡലാക്കണമെങ്കിൽ തക്കാളി ഉള്ളിയൊക്കെ ചേർക്കണമെങ്കിൽ ആ വെള്ളം വറ്റിയ ടൈമുണ്ടല്ലോ, എണ്ണ ഒഴിക്കുന്ന ടൈമിൽ, ആ ടൈമിൽ ഇതിൽ കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഞാനിതിൽ ഓയിൽ ഒഴിച്ച് നിങ്ങൾ ഓയിൽ തന്നെ ഒഴിക്കണമെങ്കിൽ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്ന ഓയിൽ അത് ഉപയോഗിക്കുക കേട്ടോ. കൂടുതലും വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. ഇതിനൊരു അപാര രുചിയാണ് കേട്ടോ. ചില്ലി ചിക്കൻ ആയാലും ബീഫ് വരട്ടിയാലും ബീഫ് ചില്ലി ആയാലും എന്തായാലും ഒക്കെ അതിൻ്റെ പുറകിൽ നിൽക്കേണ്ടി വരും. നമുക്ക് എന്തിൻ്റെ കൂടി ഇത് കഴിക്കാം കേട്ടോ. സാധനം ഇവിടെ റെഡിയാണ്. എന്നാലും ഒന്ന് കുറച്ചും കൂടി മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ. ഓയിലിനേക്കാളും കുറച്ചും കൂടി മൊരിഞ്ഞ് കിട്ടാൻ നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നല്ലോണം ഒന്ന് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഇതിലിടുകയാണ്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അപ്പോൾ അത് ഇട്ടുകൊള്ളേണ്ടി കേട്ടോ. പിന്നെ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലൊക്കെ ഇടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കുക, തുറന്ന് വെക്കരുത്. ആ പച്ച ഉള്ളീൻ്റെ ആ ടേസ്റ്റ് അതിൽ കിട്ടണമെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ചില്ലി ചിക്കൻ ആയാലും കഴിക്കുമ്പോൾ ആ ഉള്ളീൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ ഇതിനും ഇതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.